ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് ആണ്. എപ്പോഴും നമുക്ക് റിക്വസ്റ്റ് വരുന്ന കാര്യമാണിത്. പലരും ചോദിക്കാറുണ്ട് ഈ കറൻറ്റ് ഫീലിങ്സ് മാത്രമായിട്ട് ഡെയിലി ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടാമോ എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ തവണ ഇടാറുള്ളൂ. മറ്റുള്ള സബ്ജക്ട്സും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് റിക്വസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ലവേഴ്സ് ഒറാക്കിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ്. ഗിവ് താങ്ക്സ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ. നോ ദാറ്റ് യു ഡിസേർവ് ടു ബി ആൻഡ് ഹാവ് ഓൾ ദാറ്റ് യുവർ ഹാർട്ട് ട്രൂലി ഡിസയേഴ്സ്. അതായത് നിങ്ങളുടെ വഴിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പ്രണയം കടന്നു വരുന്നുണ്ട്. അതിന് നന്ദി പറയാനാണ് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ ഹൃദയം ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അതുപോലെ സെക്കൻഡ് കാർഡ് പറയുന്നത് ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ഓൾറെഡി നോ ദ ആൻസർ, ഡു വാട്ട് ഫീൽസ് റൈറ്റ്. അതായത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ഉത്തരം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തെ എല്ലാത്തിനുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് നമുക്ക് പുറത്തെടുക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഒരു ഓറ പവറുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം മൈൻഡ് കേന്ദ്രീകരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നൊരു വ്യക്തിക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ ഒരു പ്രോബ്ലത്തിനുള്ള ഉത്തരം പോലും നമുക്ക് സ്വയം തേടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മളുടെ ഒരു ഫ്യൂച്ചർ പറഞ്ഞു തരുമോ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ടത് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡു വാട്ട് ഫീൽസ് റൈറ്റ്. നിങ്ങൾക്ക് ശരി എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഒറാക്കിൾ കാർഡ്സും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് പോവാം. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും, നിങ്ങൾ രണ്ട് വ്യക്തികളെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന മറ്റാരൊക്കെയോ പുറത്തുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനെ ആവാം. അപ്പോൾ അതെങ്ങനെ പോകുന്നു, ഏത് തരത്തിലാണതുള്ളത്, നിങ്ങൾ തമ്മിൽ വീണ്ടും കണക്റ്റഡ് ആവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്ന മറ്റൊരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഇത്തരത്തിലായി തീരാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ പിണക്കത്തിനോ ഒക്കെ കാരണം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളാവാം, അവരെ ചൊല്ലിയുള്ള തർക്കങ്ങളാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഭയന്നിട്ടാവാം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പുറത്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റർഫിയറൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സ്റ്റഡി ആയിട്ടുള്ള, ഉറപ്പുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് വെറുതെ ഒരു ഫ്ലേട്ടിംഗ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ബൈ പോലെ അങ്ങനെയൊന്നും അല്ല ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്റ്റേബിളായി പോകണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ചുറ്റുപാടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കരിയറോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ സമയത്ത് നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നല്ല രീതിയിൽ തന്നെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവർ ഈ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസരം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ എല്ലാം ഉണ്ട്. ചിലപ്പോൾ നേരത്തെ പല കാര്യങ്ങളും മിസ് ചെയ്തിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലൊക്കെ ഒന്ന് ഡൗൺ ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഒരു പ്രോസ്പെരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളും കൂടെ വേണം, അവരുടെ ഈ ഒരു സന്തോഷം പങ്കിടാനായിട്ട് നിങ്ങളും അവരോടൊപ്പം വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല, അവരുടെ ഒരു ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോബിനെ കുറിച്ചായിരിക്കാം, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിരിക്കാം, എല്ലാത്തിനെക്കുറിച്ചും അവർക്കൊരു ധാരണയുണ്ട്. ഒരു വ്യക്തതയും ഇല്ലാണ്ട് എടുത്ത് ചാടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഒരു ബേസിക് ഇപ്പോഴുള്ളൊരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന ഡിസിഷൻസാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നേരത്തെ പല കാര്യങ്ങളും ഒരു എടുത്തിയാട്ടത്തോടു കൂടി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇവർക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പോലും ഒരു സെപ്പറേഷനിലാവാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. രണ്ടുപേർക്കും പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, തർക്കുത്തരം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളൊരു വിഷയം ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സുതാര്യമാക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, അതായത് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഈ ഒരു പേഴ്സൻ്റെ തലയിലായിരിക്കാം. അതായത് അത്രത്തോളം അവർ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത്. ഇവർ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും അല്ല, ഇവരിപ്പോൾ ഡിവോഴ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വാച്ച് ചെയ്യുന്ന ആരൊക്കെയോ പുറത്തുണ്ട്. അവരൊരു പക്ഷേ ഈ വ്യക്തിയുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നല്ല രീതിയിലൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇനിയൊരു തകർച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാവരുത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന് ചുറ്റും ഇവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുണ്ട്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു വീട്ടിലെ വ്യക്തിയാവാം. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ചായ്വ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവരുടെ ആ ഒരു ലൈഫിൽ തിരികെ വേണം എന്നിവർ ആഗ്രഹിക്കുന്നത് ഇവരാരോടും പറയുന്നതായിട്ട് കാണുന്നില്ല. ഇവരെല്ലാം വളരെ രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കുടുംബ ഭാരം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഉത്തരവാദിത്തമല്ല ഇവരുടെ തലയിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ഇവർ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ചൈൽഡിഷ് നേച്ചർ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഇമോഷണലി അവർ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് അവർ മറ്റുള്ളവരോട് ഇടപഴകുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഒരാൾക്കും പിടികിട്ടുന്നുണ്ടാവില്ല, ആരോടും അവരത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അതായത് അവരുടെ ആ ഒരു റിയൽ ഇമോഷൻസ് ഈ പേഴ്സൺ ഹൈഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് നശിച്ചു പോയത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പ് വന്ന് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരിക്കലും അടുക്കാനാവാത്ത രീതിയിലായിരിക്കാം അകന്നു പോയിട്ടുണ്ടാകുന്നത്. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ റൂഡായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവും, നിങ്ങളെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ നിങ്ങളിൽ വളരെയധികം കൺസേൺഡ് ആണ്, നിങ്ങൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്ലാനിങ് ആണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫുൾ എനർജി പോലെ തന്നെ ഇനി എവിടെ എതിര് നിന്നാലും വേണ്ടില്ല, എനിക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് റീകൺസിലിയേഷൻ ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പോലെയാണ് ഈ പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് പലപ്പോഴും ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെസ്പാവുന്നുണ്ട്, ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്. എങ്ങനെയാണ് ഈ കുരുക്കൊന്ന് അഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവരിത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ റിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അതേപോലെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിനി സ്വീകരിക്കുമോ, ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ഹേർട്ട് ചെയ്തൊക്കെ നിങ്ങളെ അവർ സംസാരിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിക്കുമ്പോൾ അവർ വളരെയധികം ഡൗൺ ആവുന്നുണ്ട്. അവരുടെ ഒരു ചിന്തയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും റീകൺസിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്ക് അതേപോലെ തന്നെ നിരാശയും അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവരുടെ ഇമോഷൻസ് നമ്മൾ ടോട്ടലി എടുക്കുമ്പോൾ ഒരു സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെ ഏത് കാര്യങ്ങളിലും ഇവർ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്,
മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നുണ്ട്. അവർക്കൊരു വാക്ചാതുര്യമുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചധികം വീക്കായി പോകുന്നുണ്ട്. അവരുടെ മനസ്സൊന്ന് തളർന്നു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലവർക്ക് എപ്പോഴും വഴക്കിട്ട് നടക്കുന്നതൊന്നും ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കണം എന്നില്ല. അപ്പോൾ ഫാമിലിയാണ്, തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവരൊന്ന് പിണക്കണമല്ലോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ വരുന്നതുകൊണ്ടാവാം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ പേഴ്സണ് ചിലപ്പോൾ ആ ഒരു നിരാശയിൽ പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെയാണ്. ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകി വരുന്ന രീതിയിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് എൻ്റെ ബെറ്റർ ഹാഫ്, അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഈ ഒരു പേഴ്സണെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേ ഒരു ഫീലിംഗ് ഉണ്ടാവാം. എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വഴിമാറി പോകാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇവർ നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ ഇനിയില്ല, എന്നെ ഇത്രയും പറഞ്ഞില്ലേ എന്നൊക്കെ വിചാരിച്ച് മാറിപ്പോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്കും ഇവരല്ലാതെ മറ്റൊരാളെ ആ പ്ലേസിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രയധികം ഒരു സ്നേഹം തോന്നുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇവരൊന്ന് അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിച്ചെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളും ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുതന്നെയാണ് ഒരു റിഫ്ലക്ഷനായിട്ട് ഈ ഒരു പേഴ്സണും തിരിച്ചു നിങ്ങളോടും തോന്നുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന അതുപോലെ തന്നെ ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു റൊമാൻസ്, അല്ലാന്നുണ്ടെങ്കിൽ അത്ര അധികം ആ ഒരു റൊമാൻറ്റിക് മൂഡിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന് വേണ്ടത് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എങ്ങനെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, രണ്ടുപേരും എത്രത്തോളം ജെല്ലായിട്ടാണോ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് പല കാര്യങ്ങളിലും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം ഉണ്ടായിക്കഴിഞ്ഞ് ഓടി വന്ന് നിങ്ങളെ ആയിരിക്കാം അറിയിച്ചിട്ടുണ്ടാവുക. അവരുടെ എല്ലാ കാര്യങ്ങളും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളോടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ്റെ ഗ്യാപ്പ് വന്നപ്പോൾ നല്ലതും ചീത്തയും ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അതെല്ലാം നിങ്ങളോടൊന്ന് വന്ന് പറഞ്ഞാൽ മതി, എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് കുറച്ചധികം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രോസ്പെരിറ്റിയൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത്, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ കാണാൻ കൊതിച്ചൊരു കാര്യമായിരിക്കാം. അവരുടെ ഒരു അംബീഷൻ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് വിചാരിച്ച വ്യക്തികളാണ്. ചിലപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് അത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അതെല്ലാം അവർക്കിപ്പോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷമെല്ലാം നിങ്ങളോട് പങ്കുവെക്കണം, നിങ്ങളോട് ഇതെല്ലാം പറയണം എന്നെല്ലാം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ സെപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഇവർ വളരെ ഹാപ്പിയാണല്ലോ, ഞാനില്ലെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടല്ലോ, പുറമേയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു മുഖം മൂടിയിട്ട് നടക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആണ്, അങ്ങനെ ഇമോഷൻസ് ഒന്നും ആരോടും ഇല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇവർ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, പുറമേ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇവർ വളരെ ഹാപ്പിയാണ്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനില്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതൊക്കെ തോന്നിക്കാണാം. പക്ഷേ ആക്ച്വലി ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിപ്പോഴല്ല, നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു തീവ്രത കുറച്ചും കൂടി കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരണം എന്നവർ വിചാരിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു പേഴ്സണെ കുറിച്ച് കരുതിയിരുന്നത് അതുപോലെ തന്നെ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ പകരത്തിന് പകരം എന്നോണം ഞാനും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, ഞാനും ഹാപ്പിയാണ്, എനിക്കും കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെന്നൊക്കെ കാണിക്കാനായിട്ട് നിങ്ങളും ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഫോട്ടോസ് ഇടുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവരും വിചാരിക്കുന്നത് ഞാനില്ലാഞ്ഞിട്ടും ഇവർ വളരെ ഹാപ്പിയാണല്ലോ, ഇവർക്ക് ഇതിൽ വിഷമമൊന്നും ഇല്ലേ, ഇവരിതിപ്പോൾ ഓവർകം ചെയ്ത് പോയോ എന്നെല്ലാം ഈ ഒരു പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ അവരും അതേ നാണയത്തിൽ തന്നെ ഇവരും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആ ഒരു എനർജി പോലെ ചില സമയത്ത് ഇവർ ഡെസ്പൊക്കെ ആയി പോകുന്ന ഈ പല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുമാണ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരു പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണെയും കുറച്ചധികം നെർവസ് ആക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺസിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ ഇതിനോടകം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലപ്പോൾ അവർ ചെയ്തു പോയ കാര്യങ്ങൾക്കൊരു ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഇനി അങ്ങനെ അല്ലാത്ത പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും
തീർച്ചയായിട്ടും ഇവർ ഏത് തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇതിനിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങളെ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട്, എങ്കിലും ആ ഒരു ഫൂളിൻ്റെ എനർജി പോലെ ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മനസ്സിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും ഔട്ട്സൈഡിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് ഒരു മടി തോന്നിക്കാണും. ആ ഒരു തേർഡ് പാർട്ടി ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല, അവരവിടെ ഉണ്ട്. കാര്യം ഇവർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നിങ്ങളെ ചിലപ്പോൾ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. അതേപോലെ അക്വേറിയസ് സോഡിയക് സൈൻ, നമ്പർ 30, നവംബർ മന്ത്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, ജൂൺ മന്ത്, പത്തനംതിട്ട, കോഴിക്കോട്, നമ്പർ 18, വിർഗോ സോഡിയക് സൈൻ, ലെറ്റർ N, ലെറ്റർ Q, ക്യാൻസർ സോഡിയക് സൈൻ, മാർച്ച് മന്ത്, ലെറ്റർ T ആണ് കേട്ടോ, ലെറ്റർ L, ലെറ്റർ X, നമ്പർ 23, ജൂലൈ മന്ത്, മലപ്പുറം, ട്രിവാൻഡ്രം, നമ്പർ 26, ഏപ്രിൽ മന്ത്, നമ്പർ 5, Sagittarius zodiac sign, number 9, letter M, number 15, Libra zodiac sign, number 31, number 2, number 3, and the last one, letter A. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറൻറ്റ് ഫീലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് ഇത്തരത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, എനർജീസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ ക്ലെയിം ചെയ്യുക. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി വന്നു നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ ഒന്ന് തകിടം മറിക്കാൻ നോക്കി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. സോ നിങ്ങളത് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ലവേഴ്സ് ഒറാക്കിളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയം നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നുണ്ട്, അതിന് നന്ദി പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ യൂണിവേഴ്സിനോടും പറയാം. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക, അവർ വരാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ആഗ്രഹിക്കുക, വളരെ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.